അനവധിയായ പാഠങ്ങൾ തരുന്ന ഒരു ബഹുസ്വര പാഠ സമ്പത്ത് ഉൾപ്പെടുന്ന മഹാഗ്രന്ഥമാണ് രാമായണം. അതിൻ്റെ വിവിധ നിലകളിലുള്ള വായന ജീവിതത്തിൻ്റെ ഏത് തലത്തിൽ കഴിയുന്ന ആളിനും വളരെ പ്രയോജനം ചെയ്യും. മരണത്തെ സംബന്ധിച്ച്, മരണഭയത്തെ സംബന്ധിച്ച് രാമായണത്തിൽ ധാരാളം സൂചനകൾ, പരാമർശങ്ങൾ, വിചിന്തനങ്ങൾ അടങ്ങിയിരിക്കുന്നു. മരണം മനുഷ്യജീവിതത്തെയാണ് ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിചാരം. ഒരുപക്ഷെ മരണഭയം ഏറ്റവും കൂടുതലുള്ള ജീവി മനുഷ്യനായിരിക്കും. മരണത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നവർക്ക് ഭയം വർദ്ധിക്കാനും ഇടയുണ്ട്. രാമായണത്തിൽ മരണത്തെക്കുറിച്ചുള്ള ധാരാളം സന്ദർഭങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഒരു സന്ദർഭം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാം. രാവണ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഹനുമാൻ ലങ്കയിൽ ആദ്യം വന്ന് ലങ്കാദഹനം നടത്തുന്ന സന്ദർഭത്തിൽ വെന്തുമരിക്കുന്ന രാക്ഷസ സ്ത്രീകളിൽ നിന്നുണ്ടാകുന്ന ദീനവിലാപമാണ് ഒരു സന്ദർഭം. അവർ ഏറ്റവും വേണ്ടപ്പെട്ടവരെ പേരെടുത്ത് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അത് മമതനയ രമണാജനക പ്രാണനാഥാഹ മാമകം കാര്യമയ്യോ വിധി ദൈവമേ. മരണമുടനുടലുരുകി മുറുകി വരുകെന്നതു മാറ്റുവാനാരുമില്ലയ്യോ ശിവ ശിവ എന്നാണ്. തൻ്റെ മകൻ, പ്രാണനാഥൻ, സഹോദരൻ, അച്ഛൻ ഒക്കെ വന്ന് മരണത്തിൽ നിന്ന് രക്ഷിക്കും എന്നവർ കരുതുന്നു. പക്ഷേ എല്ലാം നിഷ്ഫലം. മരണത്തെ ഒഴിവാക്കാൻ പറ്റില്ല. ആർക്കും മരണത്തിൽ നിന്ന് മരണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാളെ സഹായിക്കാനും പറ്റുകയില്ല. എങ്കിലും ആ രാക്ഷസ സ്ത്രീകൾക്ക് മനസ്സിലായി തങ്ങൾക്ക് മരണമുണ്ടായിരിക്കുന്നത് തങ്ങൾ ചെയ്ത പ്രവൃത്തി കൊണ്ടല്ല, മറിച്ച് രാവണൻ ചെയ്ത നിന്ദ്യമായ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ്. എന്താണത്? മറ്റൊരാളിൻ്റെ ഭാര്യയെയും മറ്റൊരാളിൻ്റെ ധനത്തെയും സ്വന്തമാക്കാൻ ശ്രമിച്ചു. ഈ മറ്റൊരാൾ സാധാരണനായ വ്യക്തിയല്ല, പരംപുരുഷനായ ശ്രീരാമസ്വാമിയുടെ പത്നിയായ ലോക മാതാവായ സീതാദേവിയെ അപഹരിച്ചു എന്നതാണ് അദ്ദേഹം ചെയ്ത മഹാപാപം. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് മാത്രമല്ല നാശമുണ്ടായിട്ടുള്ളത്, മറ്റുള്ളവർക്കും എല്ലാം നാശം വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന സകല പ്രജകൾക്കും അദ്ദേഹം ചെയ്ത പാപത്തിൻ്റെ ഫലം പങ്കിട്ടനുഭവിക്കേണ്ട ദുസ്ഥിതി വന്നു ചേർന്നിരിക്കുന്നു. ഈ മരണത്തെക്കുറിച്ച് കുറച്ചുകൂടി തത്വചിന്താപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മരണഭയത്തെ ഒഴിവാക്കാൻ പറ്റും എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്രദമായ, സ്വാഗതാർഹമായ അനുഭവമായിട്ട് മരണത്തെ മാറ്റിയെടുക്കാനും സാധിക്കും എന്നതിൻ്റെ അനവധി ഉദാഹരണങ്ങൾ ഭാരതത്തിൽ തപസ്വികൾ, യോഗികൾ നമ്മുടെ മുന്നിൽ കാട്ടിത്തന്നിട്ടുണ്ട്. ആ രീതിയിൽ മരണത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്ന ധാരാളം കഥാപാത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും രാമായണത്തിൽ. അതിനകത്ത് പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, വാനരന്മാരുണ്ട്, പലരുമുണ്ട്. അവരൊക്കെയും സാത്വികമായ കർമ്മം അനുഷ്ഠിച്ച് ദേവഹിതം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം സമർപ്പിച്ചത് കൊണ്ട് ഭഗവത് പ്രാപ്തിയിലേക്ക് പോകുന്നു എന്ന വിവേകമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭയവും കൂടാതെ മരണത്തെ സ്വീകരിക്കാൻ സാധിച്ചവരാണ്. അങ്ങനെ അല്ലാത്ത മരണത്തിൽ ഭയത്തോടുകൂടി മരിക്കുന്ന സന്ദർഭത്തിൽ അത് ഭീകരമായ വേദനയായിട്ട് മാറും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം രാവണനാണ്. രാവണന് മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ അയാൾ നിമിത്തം പീഡ അനുഭവിക്കേണ്ടി വന്ന എത്രയോ വ്യക്തികളുടെ മുഖങ്ങൾ ഓർമ്മയിൽ തെളിയുകയും അവർ അനുഭവിച്ച വേദന അതിലും അധികം ഇരട്ടിയായിട്ട് തൻ്റെ ഉള്ളിൽ വന്നലയ്ക്കുന്നതായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്ന സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. ബലശാലിയാണെങ്കിലും പ്രതാപശാലിയാണെങ്കിലും മരണസമയത്ത് രാവണൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കഠിന ദ്രോഹങ്ങൾക്കിരയായി തീർന്ന ബ്രഹ്മാവ്, വേദവതി, നന്ദികേശൻ, രംഭ, നളകൂബരൻ തുടങ്ങി അഗസ്ത്യൻ വരെയുള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തിൽ നിന്നും
പീഡ അനുഭവിക്കേണ്ടി വന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിയുന്നു. അവരുടെ ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പിടിച്ച് അലട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു മരണമല്ല നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്. അത് വരാതിരിക്കാൻ സാത്വികമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പരോപകാരപ്രദമായ ജീവിതം നയിക്കുകയാണ് വേണ്ടത് എന്ന പാഠം നമുക്ക് രാമായണത്തിൽ നിന്ന് ലഭിക്കുന്നു. അങ്ങനെയുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ മരണം വേദന തരുന്നതായിരിക്കുകയില്ല, ഒരു പ്രകാരത്തിൽ സുഖം തരുന്നത് തന്നെയായിരിക്കും. ഏതുപോലെ എന്ന് വച്ചാൽ, ഉണങ്ങിയ മരക്കൊമ്പിൽ നിന്ന് കരിയില അടർന്നു വീഴുന്നത് പോലെ, കൊട്ടത്തേങ്ങ അതിൻ്റെ ചിരട്ടയിൽ നിന്ന് വേർപെട്ട് മാറുന്നത് പോലെ, ഒരു ക്ലേശവും പ്രയാസവും കൂടാതെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ടു പോകുന്ന സന്തോഷപ്രദമായ അനുഭവമായിട്ട് മരണത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോൾ മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമറന്നു പോവും മനമെല്ലാം എന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ആ രീതിയിൽ ഉയർന്ന ഏറ്റവും സമുജ്വല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ ഹനുമാൻ. അദ്ദേഹം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ലങ്കയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പറയുന്ന, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിയുന്ന ഒരാശയം ഇതാണ്: മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. അപ്പോൾ ജനിമരണ ചക്രത്തെക്കുറിച്ചുള്ള അറിവുണ്ടാവുകയും അതിൻ്റെ പിടിയിൽ നിന്ന് മുക്തനാവുകയും ചെയ്ത ഏതൊരാത്മാവിനും മരണഭയം ഉണ്ടാവുകയില്ല എന്നുള്ള മഹത്തായ പാഠം കൂടി പകർന്നു തരുന്നതാണ് രാമായണം എന്ന് പ്രത്യേകം ഓർക്കണം.